എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയിൽ നിന്നും ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കേരള പാഠാവലിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മഴയുടെ സംഭാഷണമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് അടിസ്ഥാന പാഠാവലിയും വളരെ കൃത്യമായി മുഴുവൻ മാർക്ക് നേടാവുന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് മുന്നേറാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും കേട്ടോ, ഒരു മലയാളം മാത്രമല്ല, നിങ്ങൾ എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണാൻ വീഡിയോ. ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് ചിന്തിക്കുക, അറിയില്ലെങ്കിൽ അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 8 ചോദ്യങ്ങൾ വരെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യം തൊട്ടാണ് തുടങ്ങുന്നത്. 9ാമത്തെ ചോദ്യം: പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു. അവൻ തന്നെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. ഈ ഡയറി എഴുതുക, പിന്നെ നമ്മൾ അതുപോലെ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടല്ലേ തോട്ട്സ് എഴുതുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എഴുതുമ്പോൾ അത് നമ്മളാണെന്ന് കരുതി തന്നെ എഴുതുക. ഇപ്പോൾ മഞ്ഞക്കിളിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതും ആ ഡയറിയിൽ? അന്നത്തെ രാത്രി നിങ്ങൾ എഴുതുന്ന ആ ഡയറിയിൽ നിങ്ങൾ എന്തെല്ലാം എഴുതും? അതൊക്കെ നിങ്ങൾ വേണം ആ ഡയറിയിലും എഴുതാനും. നമുക്കിവിടെ ഒരു ഡയറിയുടെ മോഡൽ നോക്കാം. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇതിനു മുന്നേ കേരള പാഠാവലിയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറി എഴുതുമ്പം എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഡേ വേണം, ഡേറ്റ് വേണം, അതുപോലെ ടൈം നമുക്ക് കൊടുക്കാവുന്നതാണ്. തീയതി കൊടുക്കണം, സമയം ഇവിടെ കൊടുത്ത് നോക്കൂ. 2024 ഏപ്രിൽ 15, സമയം രാത്രി 10 മണി. കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. നമ്മൾ ഡയറി എഴുതുമ്പോൾ സ്വതവേ എന്താണ് ചെയ്യാറ്? ആ ദിവസത്തെ കാര്യങ്ങളൊന്ന് വിവരിക്കുക അല്ലേ? അപ്പോൾ കുട്ടി ഗ്രൗണ്ടിൽ തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ചൂട് അല്പം കുറഞ്ഞ സമയമായിരുന്നു. തലേ ദിവസം ഒരു ചെറിയ മഴ പെയ്തിരുന്നത് കൊണ്ട് പൊടിയെല്ലാം കുറച്ചൊക്കെ ഇല്ല എന്ന് പറയാം. ഞങ്ങൾ പന്ത് കളിക്കാൻ ഒരുക്കങ്ങൾ കൂട്ടി. 5 പേർ വീതം 2 ടീമിലും. പ്രകാശൻ പന്ത് കിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സുമംഗല ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്ത് നിന്നും ഓടി വരുന്നത് കണ്ടത്. ഓടി വരുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നത് കേട്ടു: നിൽക്ക്, എന്നെയും കൂടി കളിക്ക് കൂട്ട്. അവൾ അടുത്തെത്തിയപ്പോൾ പ്രകാശം പറഞ്ഞു: നീ വീട്ടിൽ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. അത് കേട്ടപ്പോൾ അവൾ വളരെ വിഷമിച്ചു. ഞാൻ ഈ വിവരം അമ്മയോട് പറഞ്ഞു. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ഒരു പത്രപ്രവർത്തകയായി മാറിയതെങ്ങനെയെന്നും അതിൽ അച്ഛൻ്റെ പിന്തുണ എത്ര വലുതായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി. പ്രകാശൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഇങ്ങനെയാണ് അന്ന് മഞ്ഞക്കിളി രാത്രി ഡയറി എഴുതിയിട്ടുണ്ടാവുക. അവൻ്റെ ഫീലിങ്സാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അന്നൊരു സംഭവം നടന്നു അല്ലേ, സുമംഗലെ അവർ മാറ്റി നിർത്തി. അപ്പോൾ അത് അവന് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ടാവും. അത് അവൻ്റെ ഡയറിയിൽ ഇതാണ്, ഇന്നൊക്കെ സംഭവങ്ങൾ നടന്നു, ഇന്ന് ഗ്രൗണ്ടിൽ ഇതാണ് നടന്നത് എന്ന് എഴുതി. അവസാനം അവനെന്താണ് എഴുതിയിട്ടുള്ളത്? ഞാനും പ്രകാശനോട് യോജിക്കുന്നില്ല, പ്രകാശൻ്റെ കാര്യങ്ങളോട് ഞാനും യോജിക്കുന്നില്ല, എനിക്കത് ശരിയല്ല തോന്നി. അവൻ്റെ ഫീലിങ്സാണ് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതേപോലെയാണ് ഡയറി എഴുതുമ്പോൾ അവിടെ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും വേണം, അവിടെ വികാരങ്ങളൊക്കെ നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യണം, പ്രകടിപ്പിക്കണം. 10ാമത്തെ ചോദ്യം: ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതും. മെയിൽ ഡൊമിനൻസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അല്ലേ? ആണുങ്ങളുടെ കുത്തക പോലെ ചില ആണുങ്ങളുടെ വിചാരം ഉണ്ടാവും അല്ലെ, ഞങ്ങളാണ് കുറച്ച് എന്താ പറയുക ശക്തിയിലും ഒക്കെ കേമന്മാരെന്നുള്ള വിചാരമുള്ളവരുണ്ടാവും. പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നല്ല അല്ലേ? നല്ല നല്ല ഒരുപാട് നല്ല കുട്ടികളുള്ള ഒരു ജനറേഷൻ തന്നെയാണ് അല്ലേ? ഒരുപാട് നല്ല കുട്ടികളുള്ള സൊസൈറ്റിയാണ് നമ്മുടേത്. ഉള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം നമുക്ക് നോക്കാം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്നത് ശരിയല്ല എന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമൂഹത്തിൽ ആൺ പെൺ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും ഇക്കാലത്ത് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് പുരുഷന്മാർ ജോലിക്ക് പോകുന്നു, സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. വളർന്നു വരുന്ന തലമുറയിൽ ആൺ പെൺ വ്യത്യാസം എന്ന മനോഭാവം കൊണ്ട് നടക്കുന്നത് തെറ്റാണെന്നാണ് അമ്മയുടെ അഭിപ്രായം. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികൾ ചേർന്നതല്ല എന്നും കൂടി അമ്മ പറയുന്നുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ ഭരണശാസ്ത്ര മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് ഉയർന്ന നിലയിലാണ്. അതുകൊണ്ട് ആൺപെൺ വ്യത്യാസം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അല്ലേ? ആൺപെൺ വ്യത്യാസം വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കുക. എല്ലാം നിങ്ങളിങ്ങനെ മനഃപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മലയാളമൊന്നും നിങ്ങൾ മനഃപ്പാഠം പഠിക്കുകയേ ചെയ്യരുത്. കാരണം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ പറയുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു
ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല, അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണമല്ല. ഇങ്ങനെ പറയുന്ന ഒരു പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അല്ലേ, പരിഷ്കൃത സമൂഹത്തിൽ ആൺപെൺ വ്യത്യാസത്തിൻ്റെ ആവശ്യകതയില്ല. അല്ല, നിങ്ങളുടെ വാക്കുകളിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഒരിക്കലും നിങ്ങൾ മനഃപ്പാഠം പഠിക്കാനായി ശ്രമിക്കരുത്. പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ പറയുകയാണ്, മനഃപ്പാഠം പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കഥ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് എഴുതുമ്പോൾ ആ ഒരു ഫ്ലോയിൽ നിങ്ങളങ്ങനെ എഴുതിപ്പോവും. നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ആശയങ്ങൾ വരും. ഓക്കെ, കഥ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആശയങ്ങൾ വരും നിങ്ങളുടെ മനസ്സിലേക്ക്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരുപാട് ചോദ്യം ഡിസ്കസ് ചെയ്യും അല്ലേ? ഒരുപാട് ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങളെ കൊണ്ട് പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ? ഒരു രാത്രി കൊണ്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊന്നും പഠിച്ചെടുക്കാൻ സാധിക്കില്ല. നിങ്ങളെന്ത് ചെയ്യുക? പറയുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ചോദ്യങ്ങളും മനസ്സിലാക്കുക, ഉത്തരങ്ങളും അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് അത് ഇപ്പോൾ നമ്മളൊരു പാഠത്തിലെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എക്സാമിന് ആ ഒരു പാഠവുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചോദ്യം വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓരോ പോയിൻറ്റ്സ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അല്ലേ? ഇതാണ്, ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലേ? അങ്ങനെ അഭിപ്രായം എഴുതുകയാണെങ്കിലൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. 11ാമത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ സത്യസന്ധമായ വിവരണമാണ് ദൃക്സാക്ഷി വിവരണം. സ്പോർട്സ് മത്സരങ്ങൾക്ക് ഒഴിവാക്കാനാവാത്ത ഇനമാണ് ദൃക്സാക്ഷി വിവരണം. വള്ളംകളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, കബഡി തുടങ്ങിയ ഏത് മത്സരങ്ങളും കാണികളെ ആവശ്യം കൊള്ളിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 100 മീറ്റർ ഓട്ട മത്സരത്തിനുള്ള ഒരു ദൃക്സാക്ഷി വിവരണം, നമ്മൾ കമൻട്രി എന്നൊക്കെ പറയാറില്ലേ ഫുട്ബോളിലും ക്രിക്കറ്റിലൊക്കെ നമ്മൾ കേൾക്കുന്നതുമാണ് ഇല്ല, ISLൻ്റെ കമൻട്രി, അങ്ങനെ ഒരുപാട് കമൻട്രീസ് നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ദൃക്സാക്ഷി വിവരണം അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് ഒരുപാട് കേട്ടവരായിരിക്കും ഫുട്ബോൾ മാച്ചസൊക്കെ കാണുകയാണെങ്കിൽ, ക്രിക്കറ്റ് മാച്ചസിലൊക്കെ ആണെങ്കിൽ, ഏതൊരു മാച്ച് എടുത്ത് നോക്കിയാൽ അതിലൊക്കെ കമൻട്രി ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ്, ഒരു ലൈവ് കമൻട്രി. നമ്മളോട് ഒരു ദൃക്സാക്ഷി വിവരണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ചിലപ്പോൾ ഇതന്നെ തരണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും മത്സര ഇനത്തിൻ്റെ ആയിരിക്കും നമ്മളോട് പറയുക. എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക എന്താണ് ദൃക്സാക്ഷി വിവരണം എന്നുള്ളത്. നമുക്കിവിടെ ഒരു മോഡൽ നോക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങാടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വാശിയേറിയ ഓട്ട മത്സരം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനുള്ള കുട്ടികളെല്ലാം ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതാ വിസിൽ മുഴങ്ങുന്നു. അപ്പ് 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 അപ്പ്. പിൻനിരയിൽ നിന്നിരുന്ന ബിബിൻ മുന്നിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നിലോടിയ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് അവൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. ഇതാ ഓടി ഓടി അവൻ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഇങ്ങനെ നമുക്കൊരു ദൃക്സാക്ഷി വിവരണം എഴുതിക്കൂടെ? വളരെ സിമ്പിളല്ലേ? ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 12ാമത്തെ ചോദ്യമാണ്, നിങ്ങളുടെ സ്കൂളിൽ കായികോത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചാരണാർത്ഥം ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസൊക്കെ നിങ്ങൾക്ക് വളരെ ഈസിയായി എഴുതാവുന്ന ഒരു സംഭവം കേട്ടോ. നമ്മുടെ സ്കൂളിൽ ഒരു കായികോത്സവം, സ്പോർട്സ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണം? അതിനായിട്ട് നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കണം. എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ള നോട്ടീസൊക്കെ തയ്യാറാക്കണം. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം? നോട്ടീസ് എന്ന് എഴുതി വെക്കുക. ശേഷം എന്താണോ പരിപാടി അത് അതിന് തൊട്ട് താഴെയായിട്ട് എഴുതുക. കായികോത്സവമാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. അപ്പോൾ കായികമേള എന്ന് എഴുതാം, കായികോത്സവം എന്ന് എഴുതാം. കായികോത്സവം എന്ന് എഴുതുക. ശേഷം നമ്മുടെ നടത്തുന്ന സ്കൂൾ ഏതാണോ, അപ്പോൾ ഞാനൊരു മോഡലിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്ങാടിക്കൽ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടത്തുന്ന സ്കൂൾ ഏതാണോ ആ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ശേഷം നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം. എന്താണ് ഉള്ളടക്കം? നമ്മുടെ നോട്ടീസിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മാന്യരെ, അങ്ങാടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കായിക ദിനം നവംബർ മാസം 5ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. മാതാപിതാക്കളെയും നല്ലവരായ നാട്ടുകാരെയും സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമ്മൾ കായികോത്സവത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഈ നോട്ടീസ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ക്ഷണിക്കുകയാണ് ഈ നോട്ടീസിലൂടെ. നമ്മൾ നോട്ടീസ് തുടങ്ങുമ്പോൾ മാന്യരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. ശേഷം നമ്മൾ എന്താണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുക. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ഈ നോട്ടീസ് തയ്യാറാക്കിയത്, മിക്കവാറും നമ്മുടെ ഏതെങ്കിലും കായിക സ്പോർട്സ് ക്ലബ്ബിലെ സെക്രട്ടറിയോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്ററോ ആയിരിക്കും ഇങ്ങനെയുള്ള നോട്ടീസൊക്കെ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൈറ്റ് ഭാഗത്തായിട്ട് എന്ന് സ്കൂൾ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ എഴുതണം. ശേഷം അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം സ്ഥലം, തീയതി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥലം എവിടെയാണ്? അങ്ങാടിക്കൽ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. തീയതി 5 നവംബർ 2024. നോട്ടീസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ.
ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. മിന്നൽ വേഗത്തിൽ എന്നത് സവിശേഷമായൊരു പ്രയോഗമാണ് അല്ലേ. നമ്മൾ മിന്നൽ വേഗത്തിൽ പോയി എന്നൊക്കെ പറയാറില്ലേ. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം കണ്ടെത്തി രൂപഭംഗി വിവരിക്കുക. ഒരു ഖണ്ഡിക എഴുതിയാൽ മതി, അതൊരു പാരഗ്രാഫ് എഴുതുക. മിന്നൽ വേഗത്തിൽ അതിൻ്റെ ആ ഒരു പ്രയോഗത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ വ്യക്തമാക്കി എഴുതേണ്ടത്. മിന്നൽ വേഗത്തിൽ എന്നത് സാധാരണ പ്രയോഗിക്കുക വളരെ വേഗം അല്ലേ. വളരെ വേഗം പറയുന്നതിനെയാണ് നമ്മൾ മിന്നൽ വേഗം എന്ന് പറയാറുള്ളത് എന്ന അർത്ഥത്തിലാണ്. ശക്തി, തീരെ പ്രതീക്ഷിക്കാത്തത്ര വേഗത, പ്രകാശം മിന്നിമറിയുന്നത് പോലെയുള്ള പോക്ക് തുടങ്ങിയവയാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. കായികമേളയിൽ കുട്ടികൾ ഓടുമ്പോൾ മിന്നൽ വേഗത്തിൽ ഓടി എന്നും പറയാറുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ ആ പാരഗ്രാഫ് തയ്യാറാക്കുവാനായിട്ട്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ അത് പോയി കാണാം. മറ്റൊരു വീഡിയോയുമായി ഇനിയും നമ്മൾ അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 5ാം ക്ലാസ്സിൻ്റെ മറ്റ് വിഷയങ്ങളിലുള്ള ഇംഗ്ലീഷ്, അതുപോലെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഇതിൻ്റെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.